അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ശഅബാൻ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റജബ് പോലെ വിശുദ്ധ റമളാനോട് തൊട്ടു നിൽക്കുന്ന മാസം എന്ന നിലക്ക് വളരെയേറെ പവിത്രതയുള്ള മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനെ വിശേഷിപ്പിച്ചത് ഷഅബാനു ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണ് എന്നതാണ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞതുപോലെ ഷഅബാൻ എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരാണ്. മുത്തുനബിയുടെ മദ്ഹുകൾ, സ്വലാത്തുകൾ, അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എന്താണ് അതിൻ്റെ ആശയം? തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലായികത്തുകളും യുസല്ലൂന അലൻ നബി, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അതുകൊണ്ട് സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, പ്രവാചകർക്ക് നിങ്ങളും സ്വലാത്തും സലാമും അർപ്പിക്കണമെന്ന് ആഹ്വാനമുള്ള ഒരു ആയത്ത്. ഈ ആയത്ത് നമുക്കറിയാം സ്വലാത്തിൻ്റെ വല്ലാത്ത മഹത്വത്തെ വിളംബരം ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാരണവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹു തുടങ്ങി വെച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടിരിക്കുന്നതും അവൻ്റെ മലക്കുകൾ എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് സ്വലാത്ത്. അത് സ്വലാത്ത് ചൊല്ലുക എന്നത് പോലെയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അള്ളാഹുവും മലക്കുകളും നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മുത്തുനബിയുടെ മദ്ഹുകൾ, ആ മുത്തുനബിക്കുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് വലിയ വിശാലമായ അർത്ഥമുള്ള ആ ആയത്ത് പഠിപ്പിക്കുന്നത് തന്നെ അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ അത് ഒരു കാലപരിധിക്കപ്പുറത്തേക്കുള്ളതാണ്. ഒരു കാലത്തെ കൊണ്ട് നമുക്ക് ഗണിക്കാൻ കഴിയില്ല, സമയത്തെ കൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, എന്ന് തുടങ്ങി എന്ന് പറയാൻ കഴിയില്ല, ഇന്ന ദിവസം അവസാനിക്കും എന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ കാലം പടക്കുന്നതിന് മുമ്പ്, സമയം പടക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രപഞ്ചത്തിൻ്റെ സത്തയായ ഹഖീഖത്തുൽ മുഹമ്മദിയ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, പ്രകാശം, ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് ശഅബാൻ. എൻ്റെ കയ്യിലുള്ളത് മദീനയിലേക്കുള്ള വഴിത്താര എന്ന ഒരു ഗഹനമായ രചനയാണ്. പ്രഗത്ഭ എഴുത്തുകാരനും ചിന്തകനുമായ യൂസുഫ് ഫൈസി ഉസ്താദ് രചിച്ച ഈ ബൃഹത്തായ ഗ്രന്ഥം മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ്. ഏകദേശം 400-ലധികം പേജുകൾ വരുന്ന ഈ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയാണ് പരാമർശിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തിൽ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ആ സ്വലാത്ത് നമ്മൾ എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത അത്രയും വലിയ
അത്ഭുതങ്ങളുള്ള ഒന്നാണ് സ്വലാത്ത്. ഇതിൻ്റെ നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൻ്റെ ഖുർആനിലെ 33-ാമത്തെ സൂക്തം 56-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വ്യാഖ്യാനമായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത് ഖാല അബുൽ ആലിയ സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി ഇൻദൽ മലായികത്തി വ സ്വലാത്തുൽ മലായികത്തി അദ്ദുആ. അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി, അള്ളാഹു അവിടുത്തെ അബ്ദും അവിടുത്തെ റസൂലും ഈ പ്രപഞ്ചം അഖിലം സൃഷ്ടിക്കാൻ കാരണവുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹുവിലേക്ക് സ്വലാത്ത് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളെല്ലാം ആ മുത്തുനബിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത് യുസല്ലൂന അലൻ നബി എന്നാൽ യഅ്തനൂന ബി ഇൽഹാരി ശറഫിഹി വ തഅളീമി ശൈനിഹി, മുത്തുനബിയുടെ ഷറഫും അവിടുത്തെ വല്ലാത്ത മഹത്വവും പ്രകീർത്തിക്കുകയും അതിന് വിളംബരം ചെയ്യുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്ത് അള്ളാഹുവും മലക്കുകളും ആ ശ്രേഷ്ഠത പ്രകടമാക്കുന്നതിലും അവിടുത്തെ മഹത്വവൽക്കരിക്കുന്നതിലും താല്പര്യം കാണിക്കുന്നു, താല്പര്യം കാണിക്കുന്നു എന്നതാണ്. ഇങ്ങനെ നമ്മൾ മഹാന്മാരായ ഇമാമുകളെ എല്ലാം പരിശോധിച്ചാൽ അവരെല്ലാവരും സ്വലാത്ത് ചൊല്ലുക എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുക, ആദരിക്കുക എല്ലാം അതിനർത്ഥമുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് അള്ളാഹുവും മലക്കുകളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വലാത്തിന് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നബിക്ക് ആവശ്യമായത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടെ മലക്കുകളുടെ സ്വലാത്തും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പ്രകടമാക്കുക എന്നത് മാത്രമാണ്. അള്ളാഹു അവനെ സ്മരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാക്കിയത് അവനത് ആവശ്യമായത് കൊണ്ടല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ എങ്ങനെ സ്മരിക്കണം, എങ്ങനെ സ്തുതിക്കണമെന്ന് അള്ളാഹു നമ്മളെ ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്ത് മുത്തുനബിക്ക് ആവശ്യമായതുകൊണ്ടല്ല. മുത്തുനബി അങ്ങനെ സ്വലാത്തുകൾ ചൊല്ലാനും മദ്ഹ് ചെയ്യാനും ലോകമൊന്നടങ്കം പ്രകീർത്തിക്കാനും അർഹരാണ് എന്ന് അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മളോട് കൽപ്പിച്ചതുപോലെ അതിന് പകരം നമുക്ക് പ്രതിഫലം നൽകി അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും എന്നതാണ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഒരുപാട് സ്വലാത്തുകളുണ്ട് അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. സ്വലാത്തുൻ നാരിയ, സ്വലാത്തുൽ മുൻജിയ, നമ്മുടെ മങ്കൂസ് മൗലിദിലൊക്കെ ഉള്ള ദുആയിൽ സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുന ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുത്വഹിറുന ബിഹാ മിൻ ജമീഇ സയ്യിആത്ത്. ഇത് ഏറ്റവും വലിയ സ്വലാത്താണ്. സ്വലാത്തുൽ നാരിയയുണ്ട്, സ്വലാത്തുൽ തിബ്ബുണ്ട്, സ്വലാത്തുൽ കമാലിയയുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലാൻ ഈ ഷഅബാൻ പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുത്താൽ അക്സിറു സ്വലാത്ത് അലയ്യ, നിങ്ങൾ എനിക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലുക, ഫഇന്നഹ മഅറൂദത്തുൻ അലയ്യ, ഇതെല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് നല്ലൊരു മനസ്സോടുകൂടെ റമദാനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.